ത്രിയേക ദൈവത്തിൻ്റെ അതിധന്യ തിരുനാമം മൗത്തീകരിക്കപ്പെടട്ടെ. പരിശുദ്ധനായ പരിമള തിരുമേനിയുടെ തിരുശേഷിപ്പിടം കൊണ്ടും ആ മഹാപരിശുദ്ധൻ്റെ മധ്യസ്ഥതം കൊണ്ടും മലങ്കര സഭയുടെ ആത്മീയ സ്ഥിരാകേന്ദ്രങ്ങളിൽ പ്രമുഖമായ സ്ഥാനമലങ്കരിക്കുന്ന ഈ കബറിടത്തിൽ നിന്നും ഈ ദേവാലയത്തിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങളൊക്കെ ഞാനും നിങ്ങളുമൊക്കെ സ്വായത്തമാക്കുമ്പോൾ ഈ സെമിനാരിക്ക് നേതൃത്വം നൽകുന്ന വന്ദ്യരായ വൈദിക ശ്രേഷ്ഠർ, ഈ ധ്യാനത്തിൻ്റെ ഒരുക്ക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ സ്നേഹ സന്ദേശത്തിൻ്റെ റമ്പാച്ചൻ ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠർ, ഇവിടെ ആയിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ മാധുര്യമുള്ള വചനം ശ്രവിക്കുവാൻ ജീവിതത്തിൽ ഇടവും സന്ദർഭവും സാങ്കത്യമൊക്കെ കണ്ടെത്തി ഇവിടെയായിരിക്കുന്ന പ്രിയമുള്ള ഏവരുമേ, ഇസ്രായേലിൻ്റെ മധുരഗായകൻ ദാവീദ് 19-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ പാടുകയാണ്, എൻ്റെ വായിലെ വചനങ്ങൾ നിന്റെ ഇഷ്ടപ്രകാരമായിരിക്കണമേ തമ്പുരാനെ. എൻ്റെ വായിലെ വാക്കുകൾ അവിടുത്തെ ഇഷ്ടപ്രകാരം ആയിരിക്കണമേ. ഈ പ്രബോധന ശുശ്രൂഷയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദപശ്ചാത്തലം വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗമാണ്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യത്തിൻ്റെ ആദ്യ വാക്യം. വേദപുസ്തകം കയ്യിലുള്ളവർക്കൊക്കെ ഒന്ന് എടുക്കാം, തുറക്കാം. പ്രത്യേകിച്ച് നമ്മളൊക്കെ മലങ്കര നസ്രാണികളാണല്ലോ. അണിഞ്ഞൊരുങ്ങി സുന്ദരന്മാരും സുന്ദരികളുമൊക്കെയായി ഈ ദേവാലയത്തിൻ്റെ കമനീയമായ ഉള്ളറയിലായിരിക്കുന്ന പലരെയും ഒക്കെ നോക്കുമ്പോഴും ഭൂരിപക്ഷം ആളുകളുടെ വേദപുസ്തകം ഇല്ലെന്ന് എനിക്കറിയാം. ന്യൂനപക്ഷങ്ങളായ ചില ആളുകളുടെ മാത്രമേ വേദപുസ്തകം ഉള്ളല്ലോ. എങ്കിലും വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൻ്റെ ആദ്യ വാക്യം ഇങ്ങനെയാണ്: അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് ആയിരുന്നു. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് ആയിരുന്നു. ഇത് മനോഹരമായ ഒരു സാക്ഷ്യമാണെന്ന് നമുക്കറിയാം. സഹജീവികളെക്കുറിച്ചും സഹജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള സാക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ട് സമകാലികമായ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാരെക്കുറിച്ചുള്ള സാക്ഷ്യമാണെന്നൊക്കെ നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ പ്രിയമുള്ളവരെ. ബഥേലിലും ബഥാനിയിലും ബത്സയിദയിലും ബത്ഫാഗയിലും ബദലഹേമിലും ഒക്കെ നീളുന്ന ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുന്നോടിയാകുവാൻ മശിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ മഹത്വത്തിൻ്റെ മഹിമകളെ കാലിക സമൂഹത്തിന് ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി പരിചയപ്പെടുത്തിയ അവസാന പ്രവാചകനായ സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ മനോഹരമായൊരു സാക്ഷ്യമാണിത്. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് ആയിരുന്നു എന്നുള്ളതാണ്. അബിയാക്കൂറിൽ സക്രിയാവിൻ്റെയും അഹറോന്റെ വംശത്തിൽപ്പെട്ട എലിശുവയുടെയും ഒക്കെ വാർദ്ധക്യത്തിലെ പുത്രനായി ഭൂജാതനായ സ്നാപക യോഹന്നാൻ ജന്മനാ പൗരോഹിത്യ പാരമ്പര്യമുള്ളവരെങ്കിലും പൗരോഹിത്യത്തിൻ്റെ പാരമ്പര്യങ്ങളിലൊന്നും സ്നാപക യോഹന്നാൻ അഭിരമിക്കുന്നില്ലെന്നുള്ളത് നമുക്കറിയാമല്ലോ പ്രിയമുള്ളവരെയും. വേദപണ്ഡിതന്മാരുടെയും ചരിത്രകാരന്മാരുടെയും ഇടയിൽ സ്നാപക യോഹന്നാൻ ഏത് വംശത്തിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനാണെന്നുള്ള കാര്യത്തിൽ ഇന്നും വിഭിന്നവും വ്യത്യസ്തപരമായ വാദഗതികൾ ഈ കാലഘട്ടത്തിൽ പോലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആ വലിയ പരിശുദ്ധന്റെ ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകുന്നത്. എങ്കിലും സഭാചരിത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ജോസിഫസിന്റെ ചാവുകടൽ ചുരുളിനെ സംബന്ധിച്ച രചനകൾക്ക് കൂടുതൽ ആധികാരികത കൊടുത്തുകൊണ്ട് പറയട്ടെ, സ്നാപക യോഹന്നാൻ യഹൂദ മതത്തിന്റെ അവാന്തര വിഭാഗമായ ഒരു എസീനിയൻ വംശജനെന്നും അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിലെ ഏടുകളെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ നാസി വ്രതത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള ജീവിതശൈലിയുള്ള മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ എന്ന് പറയേണ്ടി വരുന്നു പ്രിയമുള്ളവരെ. ലുദിയ പ്രദേശത്തിന്റെ ഫലപുഷ്ടിക്കും യോർദാന്റെ പച്ചപ്പിനുമപ്പുറം വ്യതിരിക്തമായി ജീവിച്ച
അസാധാരണമായ ചില നിയോഗങ്ങൾ ഏറ്റെടുത്ത ഒരു സാധാരണ മനുഷ്യനായി സ്നാപക യോഹന്നാൻ മാറുകയാണ്. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി സധൈര്യം സ്നാപകൻ ഏറ്റെടുത്ത ചില വഴികളെ ഒന്ന് അടയാളപ്പെടുത്തുവാനായിട്ടാണ് ഇന്നിൻ്റെ ഈ ധ്യാന ചിന്തയിലൂടെ ഒരു എളിയ ശ്രമം നടത്തുന്നത്. സ്നാപക യോഹന്നാൻ ക്രിസ്തുവിന് വേണ്ടി സമൂഹത്തിൻ്റെ നടപടികൾക്കപ്പുറം ചില പാതകൾ വെട്ടിത്തെളിച്ച് നടന്നു എന്നുള്ളത് ആ വലിയ പരിശുദ്ധന്റെ ചരിത്രമാണല്ലോ പ്രിയമുള്ളവരെ. അങ്ങനെയെങ്കിൽ സ്നാപക യോഹന്നാൻ ഏറ്റെടുത്ത 4 നിയോഗങ്ങളെ അക്കമിട്ട് നിരത്തിയിട്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, അധരവും ഉദരവും തുറന്ന സ്വർഗീയന്റെ താക്കോലാണ് സ്നാപക യോഹന്നാൻ. ഒന്ന് പറഞ്ഞു നിങ്ങൾ. അയ്യോ, എന്നോട് പിണക്കമാണോ? ഒന്ന് പറഞ്ഞ്. അധരവും ഉദരവും തുറന്ന സ്വർഗീയന്റെ താക്കോലാണ് സ്നാപക യോഹന്നാൻ. യെരൂശലേം ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് പൗരോഹിത്യ മര്യാദ പ്രകാരം തനിക്ക് നറുക്ക് വീണതനുസരിച്ചു ധൂപകലശമേന്തിക്കൊണ്ട് സക്രിയ പുരോഹിതൻ കടന്നു ചെല്ലുകയാണ്. പ്രത്യേകിച്ച് അബിയാക്കൂറിൽപ്പെട്ട സക്രിയാവിനെ പറ്റിയൊക്കെ നമുക്കറിയാം. യെരൂശലേം ദേവാലയം യഹൂദനെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് 3 ആവർത്തി യെരൂശലേം ദേവാലയത്തിന്റെ ഉള്ളറകളിലേക്ക് ഒരു സാധാരണ വിശ്വാസി കടന്നു വരണം. പെസഹ, പെന്തക്കോസ്തി, കൂടാര പെരുന്നാളായ വലിയ പെരുന്നാളുകൾ ആഘോഷിക്കുവാൻ. നമ്മൾ ദേവാലയത്തിൽ വരുന്ന പോലെ ഒന്നുമല്ല യെരൂശലേമിലേക്ക് പോകുന്നത്. 2473 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യെരൂശലേം ദേവാലയത്തിലേക്ക്, പർവ്വത ഉന്നതിയിൽ നിൽക്കുന്ന യെരൂശലേം ദേവാലയത്തിലേക്ക് 2473 അടി ഉയരത്തിലേക്ക് കയറിയാ വരേണ്ടത്. അവർ കയറുമ്പോൾ ആലപിച്ചതാണ് സങ്കീർത്തനം 120 മുതൽ 134 വരെയുള്ള 15 സങ്കീർത്തനം, ദ സാംസ് ഓഫ് അസെന്റ്. ആരോഹണ സങ്കീർത്തനം ആലപിച്ചാണ് പ്രിയമുള്ളവരെ താഴെ നിന്നും അവർ പെരുന്നാളുകൾക്ക് ദേവാലയത്തിലേക്ക് വരുന്നത്. വലിയ പെരുന്നാളുകളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു. ചെറിയ പെരുന്നാളുകളുണ്ട്, വിറക് പെരുന്നാൾ, പൂരീം പെരുന്നാൾ, ഹനുക്ക പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ് പല ചെറിയ പെരുന്നാളുകളുണ്ടെങ്കിലും താഴെ നിൽക്കുന്ന ദൈവജനത്തിന് വേണ്ടി അവരുടെ ദൈവസന്നിധിയിൽ അവരുടെ പ്രാർത്ഥനകൾ സന്നിവേശിപ്പിക്കുവാനും ദൈവീകപരമായ അനുഭവത്തിലൂടെ സ്വായത്തമാക്കുന്ന, തൻ്റെ പൗരോഹിത്യത്തിന്റെ നൽവരത്തിലൂടെ സ്വായത്തമാക്കുന്ന ദൈവീക ചൈതന്യങ്ങൾ താഴെ നിൽക്കുന്ന ജനത്തിലേക്ക് കൊടുക്കുവാൻ ഇതാ പുരോഹിതൻ യെരൂശലേം ദേവാലയത്തിന്റെ ഉള്ളറകളിലേക്ക് സക്രിയാവ് കടന്നു ചെല്ലുകയാണ്. തൻ്റെ മര്യാദ പ്രകാരം തനിക്ക് നറുക്ക് വീണതനുസരിച്ചാണ് കയറി ചെല്ലുന്നത്. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ മതജീവിതം അനുസരിച്ച് 24 പുരോഹിത കൂറുകളുണ്ട്. ആ കൂറിൽ നിന്നും നറുക്ക് വീഴുന്ന പുരോഹിതന് മാത്രമേ യെരൂശലേം ദേവാലയത്തിന്റെ ഉള്ളറകളിലേക്ക്, അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുവാനായിട്ട് സാവകാശമുള്ളൂ എന്ന് നമുക്കറിയാം. അത് തന്നെയാണെങ്കിലും എങ്ങനെയാ പുരോഹിതന്റെ ശരീരത്ത് ആലാത്തുകൾ, കയറുകൾ വരിഞ്ഞു മുറുക്കിയിട്ടാണ് പുരോഹിതനെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് യഹൂദന്റെ നിയമപ്രകാരം കടത്തിവിടുന്നത് എന്നുള്ളതാണ്. ഇതാ സക്രിയാവ് താഴെ നിൽക്കുന്ന ദൈവജനത്തിന് വേണ്ടി, അവരെ വിശ്വാസത്തിൽ നയിക്കുവാൻ വേണ്ടി, അവർക്ക് ദൈവീക അനുഭവങ്ങളെ സന്നിവേശിപ്പിക്കുവാൻ വേണ്ടി ധൂപകലശമേന്തിക്കൊണ്ട് അതിവിശുദ്ധ സ്ഥലത്ത് ഈ പുരോഹിത ശ്രേഷ്ഠനായ സക്രിയാവ് കടന്നു ചെല്ലുമ്പോൾ ചില സങ്കടങ്ങളൊക്കെ ഈ മനുഷ്യനുണ്ട് പ്രിയമുള്ളവർ. നമ്മളും ഈ ദേവാലയത്തിന്റെ ഉള്ളറകളിൽ ഇന്നായിരിക്കുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് ഇത് പൊതു തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് ധാരാളം സങ്കടങ്ങൾ പറയാനാണ് ഈ ദേവാലയത്തിലേക്ക് പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച അപജയങ്ങൾ കൊണ്ട്, മക്കളുടെ ദുശീലങ്ങൾ കൊണ്ട്, പ്രിയമുള്ളവരുടെ ദുഷ്പരിചയം കൊണ്ട്, സ്വന്തം ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞ അല്ലെങ്കിൽ സംഭവിച്ച ഒന്ന് ഏറ്റുപറയുവാൻ പോലും നിർവാഹമില്ലാത്ത പാപങ്ങളെ പറ്റി ദൈവസന്നിധിയിൽ അയവറക്കുവാൻ വേണ്ടിയാ നമ്മൾ പലപ്പോഴും ഈ പരിശുദ്ധമായ ദേവാലയത്തിന്റെ ഉള്ളറകളിലേക്ക് വരുന്നത്. സക്രിയാവിനും ചില സങ്കടങ്ങളുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ പലപ്പോഴും പരിശുദ്ധനായ പരിമളത്തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ദേവാലയത്തിന്റെ ഉള്ളറകളിലും അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പിടവും അല്ലെങ്കിൽ ഖബറും സ്ഥിതി ചെയ്യുന്നിടത്തൊക്കെയുള്ള നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും എന്താ? ഒറ്റ മുറിവാചകത്തിൽ പറഞ്ഞാൽ ഇത്രമേ ഉള്ളൂ, അല്ലയോ പരിശുദ്ധനായ പരിമളത്തിരുമേനി, അങ്ങ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വേണ്ടെന്ന് വെച്ച പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് തരണമേ എന്ന നമ്മുടെ പല പ്രാർത്ഥനകളും അല്ലേ പ്രിയമുള്ളവരെ? സുഭിക്ഷതയുടെ മുളന്തുരുത്തിയിലെ ചാത്തുരുത്തി തറവാട്ടിൽ നിന്നും
കേവലം 23 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ പനങ്കാടുകളുടെയും പനയക്ഷികളുടെയും ആവാസ കേന്ദ്രമായ ഈ പരിമലയിലേക്ക് ഒരു വിശുദ്ധൻ നടത്തിയ യാത്രകളെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. സുഭിക്ഷതയുടെ മുളന്തുരുത്തിയിലെ ചാത്തുരുത്തി തറവാട്ടിൽ നിന്ന് ഈ ദേശത്തേക്ക് ആ മഹാവിശുദ്ധൻ വരുന്നത് എന്തിനു വേണ്ടിയാ? പ്രാർത്ഥിക്കുവാൻ, നോമ്പ് നോക്കുവാൻ, ദണ്ഡനമസ്കാരം അനുഷ്ഠിക്കുവാൻ, ആചാര നൽവരത്തിന് സ്വായത്തമാക്കുന്ന ദൈവിക ചൈതന്യങ്ങളെ മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ പരിശുദ്ധൻ കടന്നു വരുന്നത്. എന്നാൽ സക്രിയാവ് ചില നൊമ്പരങ്ങളുമായിട്ട് ധൂപകലശമേന്തിക്കൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നത് എന്താ? സങ്കടത്തിന്റെ കാരണം വാർദ്ധക്യമായി തനിക്കൊരു അനന്തര തലമുറ ഉണ്ടായില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിവാഹിതരായ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷങ്ങൾ പിന്നിടുമ്പോഴും മക്കൾ അനന്തര തലമുറ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഏറെ സങ്കടത്തിന്റെ കാരണമാണ് നമുക്കറിയാം. എന്നാൽ സക്രിയാവിനെയും എലിശുവയെ സംബന്ധിച്ചിടത്തോളം അനന്തര തലമുറ ഉണ്ടായില്ല എന്നുള്ളത് ഇരട്ടി ആഘാതം, ഇരട്ടി സങ്കടമാണ് പ്രിയമുള്ളവരെ. കാരണം അനന്തര തലമുറ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇത്രമാത്രം പ്രായമായിട്ടും തനിക്കൊരു അനന്തര തലമുറയെ കാണുവാൻ സാധ്യമായില്ല എന്നുള്ളതാ സക്രിയാവിന്റെ സങ്കടത്തിന്റെ ഒന്നാം കാരണമെങ്കിലും. രണ്ടാമത് ആ കാരണത്തിന് ഇരട്ടി ആഘാതം സൃഷ്ടിക്കുവാനുള്ള കാരണം നമുക്കറിയാം. യഹൂദന്റെ മര്യാദ പ്രകാരം പൗരോഹിത്യം തലമുറയാ കൈമാറേണ്ടത്. തന്റെ പൗരോഹിത്യത്തിന്റെ അനുഭവങ്ങൾ കൈമാറുവാൻ തനിക്കൊരു അനന്തര തലമുറ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ സക്രിയാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയുടെ, ഈ വിഷമത്തിന് ഇരട്ടി ആഘാതമുണ്ടാക്കുവാൻ കാരണം. അങ്ങനെ ഇതാ സക്രിയാവ് ധൂപകലശമായി യെരൂശലേം ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തോട്ട് ചെല്ലുമ്പോഴാണ് സുവാർത്താദൂതുമായി ദൂതത്തലവനായ ഗബ്രിയേൽ സക്രിയാവിനെ കാത്ത് അവിടെ ഇരിപ്പുണ്ട്. ആ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. എന്നാലും സക്രിയാവിന് സുവാർത്താദൂതുമായി കടന്നു വരുന്ന ഗബ്രിയേലിന്റെ സന്ദേശം വിശ്വസിക്കുവാൻ സാധിച്ചോ? ഇല്ല. അമ്മയാകാനുള്ള തന്റെ ഭാര്യ എലിശുബയുടെ കാലം കവർന്നെടുത്ത കാലത്താണ് ഇങ്ങനെയുള്ള സുവാർത്താദൂതുമായി ഉള്ള ഗബ്രിയേലിന്റെ കടന്നു വരവ്. അത് സക്രിയാവിനല്ല, മറ്റേതൊരു ഭർത്താക്കന്മാർക്കാ പ്രിയമുള്ളവരെ അത് വിശ്വസിക്കുവാനായിട്ട് സാധ്യമാവുക. എന്നാൽ സക്രിയാവിന് മാലാഖിയുടെ സന്ദേശം വിശ്വസിക്കാത്തത് കൊണ്ട് എന്താ സംഭവിച്ചെന്നുള്ളത് തിരുവചനം പഠിക്കുന്ന നമുക്കറിയാം. എന്താ സംഭവിക്കുന്നത്? അതൊന്ന് പറഞ്ഞു. പലരുടെയും മുഖം എൻ്റെ അച്ഛ, സക്രിയാവിന് എന്തവേലും സംഭവിച്ചോട്ടെ, നമുക്കെന്താ എന്നുള്ളതാ, നമുക്കൊന്നും പറ്റില്ലേ എന്നുള്ളതാ. ഒന്ന് പറഞ്ഞു, എന്താ സംഭവിക്കുന്നത്? നാവിന് ബന്ധനം സംഭവിക്കുകയാണ്. മാലാഖിയുടെ സന്ദേശത്തിന് സംശയം പ്രകടിപ്പിച്ചപ്പോൾ സക്രിയാവിന്റെ സംസാരശേഷി അറ്റുപോകുക പ്രിയമുള്ളവരെ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. ഇതുപോലെ തന്നെ ഒരു സംശയമല്ലേ പരിശുദ്ധി അമ്മയും ചോദിച്ചത്? പുരുഷനെ അറിയാകിയാൽ, ഈ മാലാഖ തന്നെയാ വരുന്നത്, പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധി അമ്മയ്ക്ക് വല്ല ശിക്ഷയും കിട്ടിയോ? ഇല്ല. എന്നാൽ സക്രിയാവിനാണെങ്കിലോ ശിക്ഷ ലഭിക്കുന്നു. ഇതൊരു തുല്യതയില്ലല്ലോ. തുല്യതയെ പറ്റി സംസാരിക്കുന്ന കാലമാണ്. കാരണം എന്തായിരിക്കും? എല്ലാത്തിനും കാരണമുണ്ടല്ലോ. കാരണം എന്തായിരിക്കും? പരിശുദ്ധ അമ്മ 12-13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സാധാരണ പെൺകുട്ടിയാ. എന്നാൽ സക്രിയാവോ താഴെ നിൽക്കുന്ന ദൈവജനത്തെ വിശ്വാസത്തിൽ നയിക്കേണ്ട പുരോഹിത ശ്രേഷ്ഠനാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ടാ കൂടുതൽ നൽവരങ്ങൾ തന്നവർക്ക് കൂടുതൽ ദൈവസന്നിധിയിൽ ഉത്തരം പറയേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാലാഖയുടെ സന്ദേശത്തിന് സംശയം പ്രകടിപ്പിച്ചത് കൊണ്ട് സക്രിയാവിന് ശിക്ഷയും മാതാവിന് ഒരു ശിക്ഷയും ഒന്നും ലഭിക്കാത്തതിന്റെ കാരണം. താഴെ നിൽക്കുന്ന ദൈവജനത്തെ വിശ്വാസത്തിൽ നയിക്കേണ്ട പുരോഹിതന് സംശയം കൊണ്ട് തൻ്റെ നാവ്, അധരം അടഞ്ഞുപോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ വിശ്വാസ ജീവിതം പിന്നിടുന്നവരാ. മതജീവിതത്തിന്റെ വേലിക്കെട്ടുകൾക്കുള്ളിൽ സുഖജീവിതം നയിക്കുകയും വിശ്വാസികളാണെന്ന് അഭിമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് വിശ്വാസമുണ്ടോ പ്രിയമുള്ളവരെ? ഞായറാഴ്ച രാവിലെ പള്ളി പോകണമെന്ന് നമ്മുടെ നല്ല വിശ്വാസം അല്ലേ? എന്നാൽ ഞായറാഴ്ച രാവിലെ പള്ളി പോകാതിരിക്കാൻ അന്ന് രാവിലെ പെയ്യുന്ന ഒരു ചാറൽ മഴയോ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു മൂക്കടപ്പോ പോരെ ഞായറാഴ്ച രാവിലെ പള്ളി പോകാതിരിക്കാൻ? ചില സമയത്ത് പാരസെറ്റാമോളിലും വിക്സിലും അമൃതാഞ്ജലിലും ഒക്കെ പുലർത്തുന്ന വിശ്വാസം
നമുക്ക് ദൈവത്തിലുണ്ടോ പ്രിയമുള്ളവരെ? ഒന്ന് ചിന്തിച്ചു നോക്കണം. പുരുഷാരത്തിന് വിശന്ന മാത്രയിൽ തമ്പുരാൻ പറയുന്നുണ്ട്, ഈ പുരുഷാരത്തിന് കൊടുക്കുവാൻ നിങ്ങളുടെ കൈവശം എന്തുണ്ടെന്നാ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്. എന്താ ശിഷ്യന്മാർ പറയുന്നത്? 5 അപ്പവും 2 മീനുമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നൈസായിട്ട് ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാനാ ശിഷ്യന്മാർ പറഞ്ഞത്. പുരുഷാരത്തിന്റെ പെരുപ്പത്തിലേക്കും അപ്പത്തിന്റെ വിരളതയിലേക്കും ശിഷ്യന്മാർ നോക്കി. പറഞ്ഞവന്റെ ഉടയവന്റെ മുഖത്തേക്ക് നോക്കുവാൻ ശിഷ്യന്മാർക്ക് സാധിച്ചില്ല. വിശ്വാസരാഹിത്യമാണ് പ്രിയമുള്ളവരെ. മല്ലനായ ഗോലിയാത്തിനെ തകർക്കുവാനും ഫെലിസ്ത്യ മല്ലന്മാരുടെ ആർത്തിരമ്പങ്ങളിൽ പീറച്ചെറുക്കനെന്ന് ഞാനും നിങ്ങളും വിചാരിച്ച ദാവീദ് നോക്കിയില്ല. പിന്നെന്താ? 5 വെള്ളാരം കല്ലുകൾ എടുത്തുകൊണ്ട് ഉടയ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി ഗോലിയാത്തിനെയും ഫെലിസ്ത്യ മല്ലന്മാരെയും തകർത്തത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ആഴത്തിലാണ് പ്രിയമുള്ളവരെ. സക്കറിയാവിന് വിശ്വാസരാഹിത്യം, നാവിന് ബന്ധനം സംഭവിക്കുന്നു. അമ്മയാകാനുള്ള കഴിവ് തന്റെ ഭാര്യ എലിശബെക്ക് കാലം കവർന്നെടുത്തു എന്ന് വിചാരിച്ചെങ്കിൽ അടഞ്ഞു പോയ ഉദരമിതാ യോഹന്നാന്റെ ജന്നത്തിലൂടെ തുറക്കുകയാണ്. അതെ, യോഹന്നാന്റെ 1-ാം നിയോഗം അധരവും ഉദരവും തുറന്ന സ്വർഗീയന്റെ താക്കോൽ. അധരം അല്ലെങ്കിൽ ഉദരം തുറക്കുകയാണ്. അവന്റെ ജന്നത്തിലൂടെ മച്ചി എന്ന് വിളിക്കപ്പെട്ടവർക്ക് വന്ധ്യവയോധികയായ എലിശബെത ഉദരം തുറന്ന് സ്നാപക യോഹന്നാന് ജന്മം കൊടുക്കുന്ന താക്കോലാകുന്നു. അവന്റെ പേര് ഒരു കൽപ്പലകയിൽ എഴുതുമ്പോൾ തന്റെ പിതാവിന് അറ്റുപോയ സംസാരശേഷി വീണ്ടെടുക്കുകയാ. അതേ പ്രിയമുള്ളവരെ, സ്നാപക യോഹന്നാന്റെ 1-ാം നിയോഗം അധരവും ഉദരവും തുറന്ന സ്വർഗീയന്റെ താക്കോലാണ് സ്നാപക യോഹന്നാൻ. അദ്ദേഹത്തിന്റെ 2-ാമത്തെ നിയോഗം അറിഞ്ഞ സത്യത്തെ അനേകരിലേക്ക് പകർന്ന മനുഷ്യനാണ് സ്നാപകൻ. ഒന്ന് പറഞ്ഞു നിങ്ങൾ. അറിഞ്ഞ സത്യത്തെ അനേകരിലേക്ക് പകർന്ന മനുഷ്യൻ. നിങ്ങൾ കണ്ണു തുറന്ന് ഉറങ്ങരുത്. നിങ്ങൾ ഉറങ്ങിയാൽ ഉറങ്ങുന്നവരെ ആരാ ഉണർത്തുക? പരിശുദ്ധ സഭയ്ക്ക് ഉണർത്തുപാട്ട് പാടിയ ഒരു മഹാപരിശുദ്ധന്റെ കബറിടത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് കണ്ണു തുറന്ന് യഥാർത്ഥ അനുതാപത്തോടുകൂടി ഒന്ന് ചിന്തിക്കുക. 2-ാമത് സ്നാപകന്റെ നിയോഗം, അത് അറിഞ്ഞ സത്യത്തെ അനേകരിലേക്ക് പകർന്ന മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരികിൽ തോൽവാറും വെട്ടുക്കിളിയും കാട്ടുതേനും ഭുജിച്ച മണലാരണ്യത്തിൽ സഞ്ചരിച്ച കർത്താവിന്റെ പാതയൊരുക്ക എന്ന ദൈവനിയോഗം ഏറ്റെടുത്ത സാമൂഹ്യ പരിവർത്തനത്തിന് ഉപോത്ബലകമായ കരുത്തുറ്റ ശബ്ദവും അനുതാപത്തിന്റെ വാക്കുകളുമായി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുക എന്ന വിപ്ലവാഹ്വാനമായിട്ടാണ് സ്നാപകൻ ജനമധ്യത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതെന്ന് നമുക്കറിയാം. അദ്ദേഹം ക്രിസ്തു വലിയവനാണെന്നും ക്രിസ്തു സത്യമാണെന്നും അവൻ ദൈവമാണെന്നും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മനസാന്തരപ്പെടുക എന്ന വലിയ ആഹ്വാനമാണല്ലോ പ്രിയമുള്ളവരെ സ്നാപക യോഹന്നാന് പറയുവാനായിട്ടുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ ആമുഖ അപേക്ഷ പ്രാർത്ഥനയിൽ പുരോഹിതൻ വിളിച്ചു പറയാറുണ്ട്, നിന്നെ പ്രസവിച്ച മാതാവും നിന്നെ മാമോദീസ മുക്കിയ. ഈ സമയത്തൊക്കെ നമ്മൾ ദേവാലയത്തിന്റെ ഉള്ളിൽ പോകുന്നവരാ അല്ലയോ? പല സമയത്താണല്ലോ. ചില വെളിവ് നിറഞ്ഞവന്മാരുണ്ട്, ചില മറിയം തീലേത്തോക്കാരുണ്ട്, ചില ഭൂവിലേഷന്മാരുണ്ട്, ചില പൗലോശ്ലീഹന്മാരുണ്ട്, ചില സെയിലും ബഷളുമാക്കാരും ഒക്കെ ഉണ്ട് മലങ്കര നസ്രാണിയുടെ ഇടയിൽ. പല സമയത്താണ്. നിന്നെ പ്രസവിച്ച മാതാവും നിന്നെ മാമോദീസ മുക്കിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കണം എന്നുള്ളതാണ്. പിന്നാലെ വരുന്നവൻ ദൈവമാണെന്നും വലിയവനാണെന്നും അങ്ങനെയുള്ള വലിയ സാക്ഷ്യമാണ് യോഹന്നാന് ലോകത്തോട് പറയുവാൻ. അല്ലാതെ ആ മനുഷ്യന് പ്രത്യേകിച്ച് ഒന്നും പറയുവാനായിട്ടില്ല എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് യോഹന്നാനെ പരിശുദ്ധ സഭ വിളിക്കുന്ന പദം എന്താ? നീതി സൂര്യനായ ക്രിസ്തുവിന് മുമ്പേ ഉദിച്ചുയർന്ന ഉദയനക്ഷത്രമാണ് സ്നാപക യോഹന്നാൻ എന്ന പരിശുദ്ധ സഭ അദ്ദേഹത്തെ അടയാളപ്പെടുന്നത്. അതുകൊണ്ട് രക്ഷാകര ചരിത്രത്തിൽ 1-ാം സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്കാണെങ്കിലും രക്ഷാകര ചരിത്രത്തിൽ 2-ാം സ്ഥാനം പ്രിയമുള്ളവരെ സ്നാപക യോഹന്നാനാ. കാരണം എന്താ? നീതി സൂര്യനായ ക്രിസ്തുവിന് മുമ്പേ ഉദിച്ചുയർന്ന ഉദയനക്ഷത്രമായിരുന്നു സ്നാപക യോഹന്നാൻ എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ മനുഷ്യനെ നിങ്ങളൊന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചേ. നമുക്കറിയാം, ഇന്നിൻ്റെ കാലഘട്ടത്തിൽ പലരും ഉപയോഗിക്കുന്ന ഒരു പദമാണ്, നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ പറയുന്ന വാക്കാ
ഫ്രീക്കൻ എന്നുള്ള പദം, ഇല്ലയോ? യഥാർത്ഥത്തിൽ വേദപുസ്തകത്തിലെ ഫ്രീക്കനായ ഒരു മനുഷ്യനാ സ്നാപക യോഹന്നാൻ. നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ല. ഫ്രീക്കൻ എന്ന പദത്തിന്റെ അർത്ഥം ഇത്രമേ ഉള്ളൂ: സാധാരണ രീതിയിൽ നിന്നും വിഭിന്നമായി വ്യത്യസ്ത രീതികളിലൂടെ ജീവിതത്തെ നോക്കിക്കാണുകയും ജീവിതത്തിന്റെ ശൈലികൾ മാറ്റുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. വ്യത്യസ്ത പ്രവണതകളെ ജീവിതത്തിൽ പുൽകുന്ന ചില മനുഷ്യന്മാരെ അങ്ങനെ അടയാളപ്പെടുത്തുക. അല്പം കൂടെ ഒന്ന് വ്യക്തമാക്കിയാൽ, എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് 80, 100, 110 വേഗതയിൽ പാമ്പഴയുന്ന പോലെ NH-ന്റെ വിഴിമാറിലൂടെ ബൈക്കുമായിട്ടൊക്കെ പോകുന്ന, താടിയും മുടിയും നമ്മൾ മനസ്സിലാക്കുന്നതിന് വിരോധമായി വളർത്തുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരെ വിളിക്കുക ഈ പദം. അർത്ഥം ഇത്രമേ ഉള്ളൂ: പുതിയ പ്രവണതകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മനുഷ്യൻ. സ്നാപകൻ ഒരു ഫ്രീക്കൻ എന്ന് പറയാൻ കാരണം ആ മനുഷ്യൻ വ്യത്യസ്തനല്ലേ പ്രിയമുള്ളവരെ എല്ലാ കാര്യത്തിലും. ആ മനുഷ്യനെ നിങ്ങളൊന്ന് സസൂക്ഷം നിരീക്ഷിച്ച്, എന്താ അദ്ദേഹത്തിന്റെ വേഷം? എന്താ? ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും. വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോളൂ. ആരേലും ഈ വേഷം മാത്രം ധരിച്ചു എന്ന് വേദപുസ്തകത്തിലുണ്ടോ? അദ്ദേഹത്തിന്റെ വേഷം വ്യത്യസ്തമല്ലേ? സ്നാപകന്റെ വേഷം വ്യത്യസ്തം. ഈ മനുഷ്യന്റെ ഭക്ഷണമോ? ഏലിയാവിന്റെ ആത്മാവോടുകൂടി വരുന്ന മനുഷ്യൻ എന്നൊക്കെയാ പറയുന്നത്. ഏലിയാവ് കഴിച്ചത് എന്താ? ഏലിയാവ് കഴിച്ചതോ അടയും ഇല്ലയോ ഇറച്ചിയും ഒക്കെ ഏലിയാവ് കഴിച്ചത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഉണ്ടല്ലോ. എന്നാൽ സ്നാപക യോഹന്നാന്റെ ഭക്ഷണം എന്താ? വെട്ടുക്കിളിയും കാട്ടുതേനും. വെട്ടുക്കിളി ഒരു തരം കാട്ടുകിഴങ്ങ. കാരണം അത് മാംസമല്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇദ്ദേഹം ആമുഖമായി ഞാൻ പറഞ്ഞു, നാസി വ്രതക്കാരനായ ഒരു മനുഷ്യനാണല്ലോ. മുന്തിരിച്ചാറ് പോലും ഉപയോഗിക്കുവാനായിട്ടുള്ള സാവകാശം ലഭിക്കാത്ത ആളാണ്. അപ്പോൾ മാംസം ഒട്ടുമേ ഉപയോഗിക്കുവാനായിട്ട് സാധ്യമല്ല. ഒരുതരം കാട്ടുകിഴങ്ങും കാട്ടുതേനും ഭുജിച്ച മനുഷ്യൻ. വേദപുസ്തകത്തിൽ ഇത് മാത്രം ഭക്ഷിച്ച് ആരെങ്കിലും കാണുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിന്റെ ഭക്ഷണം വ്യത്യസ്തമല്ലേ? അദ്ദേഹത്തിന്റെ പ്രസംഗം ഒന്ന് ശ്രദ്ധിച്ചേ. സാധാരണ പറയും ഒരു ലക്ഷണമൊത്ത പ്രസംഗം എന്ന് പറഞ്ഞാൽ അതിന്റെ 10% ഇൻട്രൊഡക്ഷനും 75% കണ്ടന്റും ബാക്കി വരുന്ന 15% കൺക്ലൂഷൻ. സ്നാപക യോഹന്നാന്റെ പ്രസംഗത്തിന് ആമുഖങ്ങൾ, ഇൻട്രൊഡക്ഷൻ ഉണ്ടോ പ്രിയമുള്ളവരെ? സ്നാപക യോഹന്നാന്റെ പ്രസംഗത്തിന് അവസാനങ്ങളുണ്ടോ? കൺക്ലൂഷൻ ഉണ്ടോ? ഇല്ല. കണ്ടന്റ് മാത്രമേ ഈ മനുഷ്യന്റെ പ്രസംഗത്തിനുള്ളൂ. എന്താ? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക എന്ന ഉള്ളടക്കം മാത്രമേ ഈ മനുഷ്യന് പറയുവാനായിട്ടുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ വ്യത്യസ്തനാണ്. നടവഴികൾക്കപ്പുറം, സാധാരണ നടവഴികൾക്കപ്പുറം ക്രിസ്തുവിന് വേണ്ടി വ്യതിരിക്തപരമായ ചില പാതയിലൂടെ ആ മനുഷ്യൻ സഞ്ചരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇന്നിന്റെ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ തലമുറയിലേക്ക് കാട്ടിക്കൊടുക്കുവാൻ, ക്രിസ്തുവിനെ സ്വജീവിതം കൊണ്ട് സമൂഹത്തിലേക്ക് പകരുവാൻ ഇന്നിന്റെ കാലഘട്ടത്തിൽ നമുക്കാവുന്നുണ്ടോ പ്രിയമുള്ളവരെ? സത്യക്രിസ്ത്യാനികളെന്നൊക്കെ എന്നെയും നിങ്ങളെയും ഒക്കെ വിളിക്കും. ഓർത്തഡോക്സുകാരനെന്ന അഭിമാനത്തോടുകൂടി പറയും. 2000 വർഷങ്ങളുടെ പാരമ്പര്യങ്ങളെ പറ്റിയും പൈതൃകങ്ങളെ പറ്റിയും മലങ്കര നസ്രാണികളായ മാർത്തോമയുടെ ചുണക്കുട്ടികളായ നമ്മൾ അഭിമാനമൊക്കെ കൊള്ളും. പക്ഷെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ക്രിസ്തുവിനെ നാം അറിഞ്ഞ വലിയ സത്യം ക്രിസ്തു ദൈവമാണെന്നുള്ളതാ. ഇതിനെ തലമുറയിലേക്ക് കൊടുക്കുവാൻ, അനന്തര തലമുറയിലേക്ക് ഒന്ന് പകരുവാനായിട്ട് ഇന്നിന്റെ കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകൾ തന്നെ എവിടെയാ? നീണ്ട പ്രാർത്ഥനകൾ തന്നെ ഇന്ന് മാറിയില്ലേ പ്രിയമുള്ളവരെ? കുടുംബജീവിതത്തിൽ നിന്നും നമ്മുടെ ഓരോ നോമ്പുകളും 2 നമസ്കാരങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്ന രീതികൾ ഇന്ന് എവിടെ വ്യക്തിപരമായി എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ആയിരിക്കുന്നു എന്നുള്ളത് ഞാനും നിങ്ങളുമൊക്കെ ഇന്നിന്റെ കാലഘട്ടത്തിൽ വല്ലാതെ ചിന്തിക്കേണ്ട കാലമാണല്ലോ. സോമൻ കടലൂരിന്റെ ഒരു കവിതയുണ്ട്. യുവാവേ നീ എവിടെയാടാ, യുവാവേ നീ എവിടെയാടാ, തെരുവോരങ്ങളിലെ സമരപ്പന്തലുകൾ നീ ഇല്ലല്ലോടാ, അമ്മയ്ക്ക് ആതുരാലയത്തിൽ കൂട്ടിരിക്കുന്നിടത്തും നീ ഇല്ല, നീ എവിടാടാ യുവാവേ, ഐ മിസ് യുടാ എന്ന് പറയുന്ന മലയാളത്തിൽ ഒരു കവിതയുണ്ട്. നമ്മുടെ തലമുറകളൊക്കെ എവിടെയാണ് പ്രിയമുള്ളവരെ? നമ്മുടെ അനന്തര തലമുറകളെ ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുവാൻ, പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് ഇന്നിന്റെ കാലഘട്ടത്തിൽ സാധ്യമാകുന്നുണ്ടോ? ഞായറാഴ്ച രാവിലെ പോലും പള്ളി വരുന്ന
ആളുകളുടെ എണ്ണങ്ങളൊക്കെ ഇന്ന് വല്ലാണ്ട് കുറയുന്നില്ലേ പ്രിയമുള്ളവരെ? എവിടെയാണ്? പാമ്പാക്കുടയിൽ പിതാക്കന്മാർ കോറിയിടുന്നുണ്ട്. തലമുറയ്ക്ക് കണ്ണാടിയായ പൂർവീക പിതാക്കന്മാർ നീതിസൂര്യനായ ക്രിസ്തുവിനെ എങ്ങനെ ദർശിച്ചുവോ അവരെ അനുകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ. ഈ പ്രാർത്ഥനകളുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ എത്രമാത്രം സ്വാംശീകരിക്കുവാനായിട്ട്, സ്വായത്തമാക്കുവാനായിട്ട് നമുക്ക് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുടെ എണ്ണം തന്നെ കുറയുന്ന ഒരു വല്ലാത്ത കാലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥപരമായി ക്രിസ്തു സാന്നിധ്യത്തെ തലമുറകളിലേക്ക് കൊടുക്കുവാനുള്ള ആർജവത്വം ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഏറ്റെടുക്കണ്ടേ പ്രിയമുള്ളവരെ? പരിശുദ്ധനായ പരിമളത്തിരുമേനിയുടെ ഈ കബറിടത്തിലേക്ക് വരുമ്പോൾ 1.5 നൂറ്റാണ്ടുകൾക്കപ്പുറം അദ്ദേഹം ഈ സഭയിൽ ജനിച്ച, ഈ സഭയിൽ ജീവിച്ച, ഈ സഭയിൽ മരിക്കാൻ കൊതിച്ച ഒരു വലിയ പരിശുദ്ധൻ. എന്തുകൊണ്ട് പ്രിയമുള്ളവരെ? ആ കബറിടത്തിൽ ഇങ്ങനെ ആളുകളുടെ എണ്ണം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചിന്തിച്ചു നോക്കണം. യഥാർത്ഥപരമായി ക്രിസ്തു സാന്നിധ്യത്തെ അനുഭവിച്ചത് അത് മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു സാമൂഹ്യപരമായ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ ആ വലിയ പരിശുദ്ധന് സാധ്യമായി എന്നതുകൊണ്ടാ ഈ ദേവാലയത്തിന്റെ മുൻപിൽ കാണുന്ന അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ പരിമലയുടെ അഴിപ്പരക്കുള്ളിൽ പാതിരാത്രി ശ്മശാന മൂകമായ അന്തരീക്ഷത്തിൽ മരം പോലും കോച്ചുന്ന തണുപ്പുള്ള രാത്രിയിൽ അരണ്ട റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിൽ 7 നേരത്തെ യാമപ്രാർത്ഥനയും അതിന്റെ ഇരട്ടി രഹസ്യ പ്രാർത്ഥനയും നടത്തിയ പ്രാർത്ഥനാ മലനായി അദ്ദേഹം ജീവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥനയിലൂടെ സ്വായത്തമാക്കുന്ന ചൈതന്യങ്ങൾ ഇന്നും ഇങ്ങനെ അനേകരിലേക്ക് ഒഴുകുകയല്ലേ പ്രിയമുള്ളവരെ? അവിടെയാണ് ക്രിസ്തു സാന്നിധ്യത്തിൽ ജീവിച്ച, ക്രിസ്തു സാന്നിധ്യത്തെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കിയത് അത് മറ്റുള്ളവരിലേക്ക് നിദർശനമായി ഒന്ന് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളത് ചിന്തിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. 20 നൂറ്റാണ്ടുകൾക്കപ്പുറം യോർദാൻ തീരങ്ങളിൽ അലയടിച്ച സ്നാപക യോഹന്നാന്റെ ശബ്ദം പിന്നാലെ വരുന്നവൻ വലിയവനാണെന്നും അവനാണ് ദൈവമെന്നും മാനസാന്തരപ്പെടുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന വലിയ ആഹ്വാനമാണല്ലോ പ്രിയമുള്ളവരെ. യഥാർത്ഥത്തിൽ ക്രിസ്തു സാന്നിധ്യത്തെ തലമുറകളിലേക്ക് കാണിക്കുവാൻ, തലമുറകളുടെ ജീവിതത്തിലേക്ക് ഇതിനെ സന്നിവേശിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാവണം. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അവന്റെ കാലഘട്ടം പോലും അവനെ മനസ്സിലാക്കാത്ത കാലഘട്ടത്തിലാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം എന്നുള്ളത് നമുക്കറിയാം. അവന്റെ അസാധാരണമായ ജന്മത്തിൽ തുടങ്ങുന്ന ചോദ്യമാണ് ഇവനാരെന്നുള്ള ചോദ്യമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സിനഗോഗിൽ പ്രസംഗിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, ശാസ്ത്രമറിയാത്ത ഇവൻ ഇത്രമാത്രം ശാസ്ത്രം സംസാരിക്കുന്ന ഇവനാരെന്ന അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ചോദിക്കുന്നത്. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുമ്പോൾ അവന്റെ പ്രിയ ശിഷ്യന്മാർ തന്നെ ചോദിക്കുന്നു, കാറ്റും കടലും പോലും ശമിപ്പിക്കുവാൻ ഇവനാരെന്നുള്ള ചോദ്യമാണല്ലോ ചോദിക്കുന്നത്. വിചാരണ വേളയിൽ മഹാപുരോഹിതന്മാർ തന്നെ ചോദിക്കുന്നു, നീ ആരാണെന്നാ ചോദിക്കുന്നത്. അവസാനം ക്രിസ്തു തന്നെ തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നെന്നുള്ളതാ. അതിന് കൂട്ടത്തിൽ നിന്നുള്ള ചില ശിഷ്യന്മാരുടെ ഉത്തരമൊക്കെ എന്തായിരുന്നു പ്രിയമുള്ളവരെ? നീ യോഹന്നാനെ പോലെ ഒരു വിപ്ലവകാരിയായിരിക്കാം, നീ ഇരമ്യാവിനെ പോലെ ജനത്തിന്റെ മുഖമേറ്റെടുക്കാൻ വന്നവനാകാം, നീ ഏലിയാവിനെ പോലെ വിമർശനാത്മകപരമായി പ്രസംഗിക്കുവാൻ വന്നവനായിരിക്കാം എന്നുള്ളതാണ് അവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. നീ ആരാണ്ടൊക്കെയോ പോലെ ഒരുവനെന്നാണ് അവന്റെ കൂട്ടത്തിലുള്ള 3.5 വർഷക്കാലം അപ്പോസ്തോലിക സമൂഹമായി അവന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് ശക്തി പകർന്ന ശിഷ്യന്മാർ പോലും വിളിച്ചു പറയുന്നത്. അപ്പോഴിതാ കൂട്ടത്തിലൊരുവൻ വിളിച്ചു പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മസിഹ എന്ന് വിളിച്ചു പറയുന്ന യഥാർത്ഥപരമായ വിശ്വാസ പ്രഖ്യാപനം. ഇതാണ് പ്രിയമുള്ളവരെ, അറിഞ്ഞ സത്യത്തെ അനേകരിലേക്ക് പകർത്തുവാനുള്ള വലിയ വിശ്വാസത്തെ സ്നാപകനെ പോലെ നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കണം. നാമമാത്രമായി ക്രിസ്ത്യാനികളായി ഓർത്തഡോക്സുകാരനാണെന്ന് അഭിമാനിച്ചിട്ടോ അഹങ്കരിച്ചിട്ടോ ഒരു കാര്യമില്ല പ്രിയമുള്ളവരെ. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് നിന്നോട് ഞങ്ങൾ പറയും. അപ്പോൾ അതിന്റെ ഉത്തരമായിട്ട് എന്താ പറയുന്നത്?
അന്നാൾ ഞാൻ നിങ്ങളോട് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ മക്കളെയൊക്കെ വളർത്തി, മക്കളൊക്കെ ഉണ്ടായി, അവരെ മാമോദീസയൊക്കെ മുക്കി, അവരെ തിരുസഭയുടെ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു, അവരെല്ലാം ചെയ്തു, അവർക്ക് ജോലികൾ ഒക്കെ കിട്ടുവാനുള്ള വിദ്യാഭ്യാസങ്ങൾ കൊടുത്തു, അവരെ പ്രാർത്ഥന പഠിപ്പിച്ചു, ഒക്കെ ചെയ്തു. അവസാനം കർത്താവ് നമ്മളോട് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുമോ? പ്രിയമുള്ളവരെ, നമ്മെ വല്ലാണ്ട് വിറങ്ങലിപ്പിക്കേണ്ട ഒരു ചിന്തയല്ലേ പ്രിയമുള്ളവരെ? അവസാനം നമ്മൾ ഇതൊക്കെ ഓർത്തഡോക്സുകാരനാണെന്ന്, ക്രിസ്ത്യാനിയാണെന്ന് അഭിമാനത്തോടു കൂടിയൊക്കെ നമ്മൾ ഇവിടെ ഒക്കെ അടയാളപ്പെടുത്തുമ്പോഴും അവസാനം ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ള ഒരു ഉത്തരമായിരിക്കുമോ അവൻ്റെ ഭാഗത്തുനിന്ന് നമ്മളോടുണ്ടാകുന്നെന്നുള്ള ഒരു വലിയ അനുഭവങ്ങളെ പറ്റി ഒന്ന് ചിന്തിക്കണ്ടേ? സ്നാപകൻ അദ്ദേഹത്തിൻ്റെ രണ്ടാം നിയോഗം ഇതാ പ്രിയമുള്ളവരെ. അറിഞ്ഞ സത്യത്തെ അനേകരിലേക്ക് പകർന്ന മനുഷ്യനാണ് സ്നാപകൻ. മൂന്നാമത്, അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. മൂന്നെന്ന് പറയുമ്പോൾ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിരവും ഉദരവും തുറന്ന സ്വർഗീയന്റെ താക്കോലാണ് സ്നാപകൻ. രണ്ടാമത്, അറിഞ്ഞ സത്യത്തെ അനേകരിലേക്ക് പകർന്ന മനുഷ്യനാണ് സ്നാപകൻ. മൂന്നാമത്, അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. പ്രവാചക ശബ്ദത്തിന്റെ കാലം മൺമറഞ്ഞ കാലത്ത് ധീരതയുടെ ഗംഭീര ശബ്ദം പേറി പ്രവാചകനായ ലോകരക്ഷകന് വഴിയൊരുക്കുവാൻ വേണ്ടി യഹൂദ മതത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ട, അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് പ്രത്യക്ഷപ്പെട്ട സ്നാപക യോഹന്നാൻ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങൾക്കെതിരെ, അനീതികൾക്കെതിരെ, അവിഹിത വേഴ്ചകൾക്കെതിരെ, അസഹിഷ്ണുതകൾക്കെതിരെ, സർപ്പവിഷത്തിനു തുല്യമായ തകിടം മറിഞ്ഞ വ്യവസ്ഥിതികളുടെ ദുഷിച്ച നീക്കത്തെ സ്നാപകൻ വല്ലാതെ പ്രിയമുള്ളവരെ പ്രതികരിക്കുന്നുണ്ടല്ലോ. അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ മനുഷ്യനായിരുന്നു സ്നാപക യോഹന്നാൻ. ഇന്ന് പലപ്പോഴും നമുക്ക് അനീതികൾ കണ്ടു കഴിഞ്ഞാൽ മൗനം പാലിക്കാനായിട്ടാണ് ഇന്നിന്റെ കാലഘട്ടം നമ്മളോട് പറയുമ്പോൾ, ഒരു 20 നൂറ്റാണ്ടുകൾക്കപ്പുറം യോർദാൻ തീരങ്ങളിൽ കണ്ട സ്നാപകൻ നമ്മളോട് പറയുകയാണ്, അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാൻ തന്നെയാണ്. സ്തുതിപാലകന്മാരുടെ ആവാസ കേന്ദ്രമായി നമ്മുടെ അരമനകൾ മാറുമ്പോൾ, രാജാരമനയിലേക്ക് കയറി ചെന്നുകൊണ്ട് ഫിലിപ്പിന്റെ ഭാര്യ ഹെരോദ്യ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് പറയുവാൻ സ്നാപക യോഹന്നാൻ അല്ലാതെ മറ്റാർക്കെങ്കിലും സാധിക്കുമോ പ്രിയമുള്ളവരെ? അതുകൊണ്ട് നിങ്ങൾക്കറിയാം, സലോമിയുടെ നൃത്തച്ചുവടുകൾക്ക് മുമ്പിൽ സ്നാപക യോഹന്നാന്റെ തല വെള്ളിത്താലത്തിൽ അവസാനിപ്പിക്കുന്നുണ്ട്, അവശേഷിക്കുന്നുണ്ട്. പക്ഷെ സത്യം പറയുവാനുള്ള ആർജവത്വം, അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുവാനുള്ള ആർജവത്വം ഈ മഹാമനുഷ്യൻ ഏറ്റെടുക്കുന്നു എന്നുള്ളത് സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നമുക്കറിയാമല്ലോ. ഇന്നിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ ഗാർഹിക പരിസരങ്ങളിൽ, അല്ലെങ്കിൽ സാമൂഹ്യ ചുറ്റുവട്ടങ്ങളിൽ, നമ്മുടെ ആത്മീക ചുറ്റുവട്ടങ്ങളിൽ എന്തെല്ലാം അനീതികൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ശബ്ദമുയർത്തുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ പ്രിയമുള്ളവരെ ഇന്നിന്റെ കാലഘട്ടത്തിൽ? വീണ്ടും ഞാൻ പരിശുദ്ധനായ പരിമളത്തിന്മേനിലേക്ക് തന്നെ വരികയാണ്. ആ പരിശുദ്ധനെ ഒന്ന് സസൂക്ഷം നിരീക്ഷിച്ചേ. ഈ ഛായാചിത്രത്തിൽ കാണുന്ന സൗന്ദര്യമൊന്നും ആ മനുഷ്യനില്ല പ്രിയമുള്ളവരെ. ആ ഛായാചിത്രത്തിൽ കാണുന്ന സൗന്ദര്യത്തിനൊക്കെ അപ്പുറമാണ് ആ പരിശുദ്ധന്റെ സൗന്ദര്യം എന്നുള്ളതാ. അദ്ദേഹത്തിന്റെ മുഖം വ്യക്തമാക്കുന്ന ചിത്രങ്ങളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, തിരുവിതാംകൂർ മാനുവലിന് വേണ്ടി ഡിക്രൂ സായിപ്പ് എടുത്ത ചിത്രമാണ് ഒന്നാമത്തെ മുഖം വ്യക്തമാക്കുന്ന ചിത്രം. ആ ചിത്രത്തിൽ ഇത്ര സൗന്ദര്യമൊക്കെ ഉണ്ടോ പ്രിയമുള്ളവരെയും? സുറിയാനി മെത്രാച്ചന്മാരുടെ വേഷവിധാനത്തെ പറ്റി പഠിക്കുവാനായി തീരുമാനമെടുക്കുകയും അങ്ങനെ സെയിന്റ് ജോർജ്, തിരുവനന്തപുരം സെയിന്റ് ജോർജ് ദേവാലയത്തിൽ വെച്ച ഡിക്രൂ സായിപ്പ് എടുത്ത ചിത്രമാണ് പരിമള തിരുമേനിയുടെ മുഖം വ്യക്തമാക്കുന്ന ചിത്രം. ആ ചിത്രം കണ്ടിട്ടുള്ളവർക്ക് അറിയാം, തിരുമേനിയുടെ സ്ലീബ അല്പം കോടിയിരിക്കുന്ന ഇത്ര സൗന്ദര്യമൊന്നും ആ ചിത്രത്തിലില്ലല്ലോ. പിന്നെ യഥാർത്ഥത്തിൽ ഒത്തിരി ചിത്രങ്ങളുണ്ടെങ്കിലും മുഖം വ്യക്തമാക്കുന്ന രണ്ടാമത്തെയും അവസാനത്തെയും ചിത്രം 1902 നവംബർ മാസം 4-ാം തീയതി അദ്ദേഹത്തിന്റെ കബറടക്ക സമയത്ത് കാരുച്ചിറ ഗീവർഗീസ് റമ്പാച്ചനോടും കുറിച്ചിയിലെ പൊന്നൂസ് റമ്പാച്ചനോടും വട്ടശ്ശേരി മൽപ്പാനച്ചനോടും പുലിക്കോട്ടിൽ വലിയ മെത്രാച്ചനോടും ചേർന്ന് നിന്ന് കബറടക്ക സമയത്തെടുക്കുന്ന രണ്ടാമത്തെയും മുഖം വ്യക്തമാക്കുന്ന അവസാനത്തെ ചിത്രം അതാ യഥാർത്ഥത്തിൽ ഈ കാണുന്ന സൗന്ദര്യമാണോ? എവിടാ പ്രിയമുള്ളവരെ ആ പരിശുദ്ധന്റെ സൗന്ദര്യം? എവിടെയാ?
വെട്ടിക്കൽ ദേറായിൽ 3 ആഴ്ചക്കാലം താമസിച്ച, സ്വന്തം ശരീരത്തെ ദണ്ഡിപ്പിച്ച പരിശുദ്ധനായ പരിമളത്തിന്മേലുള്ള സൗന്ദര്യം അത് ആന്തരികമായ സൗന്ദര്യമാ പ്രിയമുള്ളവരെ. നിയോഗങ്ങളുടെ പൂർണ്ണതയിലേക്ക് നടന്നെടുത്ത, ജീവിതത്തെ തേജോമയമാക്കുന്ന ആന്തരിക സൗന്ദര്യത്തിന്റെ ഉടമയാണ് ആ മഹാപരിശുദ്ധനെന്ന് നാം ഒന്ന് അക്കമിട്ട് നിരത്തുവാൻ ഇന്നിന്റെ കാലഘട്ടത്തിലെങ്കിലും ഒന്ന് ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു. സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കെതിരെ, അനീതികൾക്കെതിരെ മൗനം പാലിച്ച പരിമലയുടെ അഴിപ്പുരയ്ക്കുള്ളിൽ മാത്രം ഇരിക്കുവാനായിട്ട് പരിശുദ്ധനായ പരിമളത്തിന്മേനെ ശീലിച്ചിട്ടില്ല. ഇന്ന് പലപ്പോഴും പരിമളത്തിന്മേനയുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ എങ്ങനെയാ ഈ പമ്പയുടെ തീരങ്ങളിൽ 4 അതിരുകൾക്കുള്ളിൽ പ്രാർത്ഥനാ മല്ലൻ മാത്രമായി പരിമളത്തിന്മേനെ അടയാളപ്പെടുത്തേണ്ടതായിട്ടില്ല പ്രിയമുള്ളവരെ. അതിൻ്റെ ഒക്കെ അപ്പുറം പ്രാർത്ഥനയിലൂടെ സ്വായത്തമാക്കുന്ന ദൈവിക ചൈതന്യങ്ങൾ സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് തിരുവിതാംകൂർ സർക്കാരിന്റെ കാലഘട്ടമാണ്. ബാക്കിയുള്ള നാട്ടുരാജാക്കന്മാരെക്കാളൊക്കെ പ്രജാ തൽപരരായ രാജാക്കന്മാരായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാരെന്ന് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. എങ്കിലും തിരുവിതാംകൂർ രാജാക്കന്മാരുടെ രാജഭരണം നിലനിൽക്കുമ്പോൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ തൊഴിൽ വിഭാവനം തിരുവിതാംകൂർ സർക്കാരിൽ ചെയ്തപ്പോൾ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല, പിന്നെയോ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ സർക്കാരിന്റെ ജോലികൾ വിഭാവനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാരോട് സമരം ചെയ്ത് കൗണ്ടർ മലയാളി മെമ്മോറാണ്ടം എന്ന സമരസമിതിക്ക് രൂപം കൊടുത്ത പരിശുദ്ധനാണ് പരിമലത്തിരുമേനി എന്ന് ഇന്നിന്റെ കാലഘട്ടത്തിലെങ്കിലും നമ്മൾ അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഒന്ന് ചേർത്ത് വെച്ച് വായിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ. സമൂഹത്തിൽ നിന്ന അസമത്വങ്ങൾക്കെതിരെ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. അരുവിപ്പുരത്തിന്റെ അരമതിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമിതെന്നും ശ്രീനാരായണ ഗുരു എഴുതി വെക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യനും തമ്മിലുള്ള അകലം കുറയ്ക്കുവാൻ വേണ്ടി വിജാതി മിഷൻ പ്രസ്ഥാനം മലങ്കര സഭയിൽ രൂപം കൊടുക്കുവാൻ ആർജവത്വം കാട്ടിയ ഒരു മഹാപരിശുദ്ധനാണ് പരിമലത്തിരുമേനി എന്ന് നമ്മൾ മനസ്സിലാക്കണം. താൻ ജീവിച്ച കാലഘട്ടത്തിൽ, താൻ ജീവിച്ചിരുന്ന അധിവസിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടായിരുന്ന അസമത്വങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുവാനായിട്ട് ആ പരിശുദ്ധന് സാധ്യമായി എന്നുള്ളതാണ്. മേൽജാതി എന്ന് പറയുന്നവർക്ക് മാത്രം വിദ്യാഭ്യാസം പ്രാപ്യമായ കാലഘട്ടത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവല്ല MGM പോലുള്ള സ്കൂളുകൾ പണിയുവാനായിട്ട്, പള്ളിയോട് ചേർന്ന് പള്ളിക്കുടങ്ങൾ പണിയുവാനായിട്ട് അദ്ദേഹം യത്നിച്ചത് ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് അടയാളപ്പെടുത്തുമ്പോൾ പ്രിയമുള്ളവരെ, അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ സ്നാപകന്റെ വലിയ ആത്മാവിനെ പേറിയ ഒരു വലിയ പരിശുദ്ധനായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അനീതിക്കെതിരെ സ്നാപകൻ ശബ്ദമുയർത്തുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം അനീതിക്കെതിരെ ശബ്ദമുയർത്തത് കൊണ്ട് തന്നെ സ്നാപകന്റെ ജീവിതം അപകടപൂർണമാകുന്നുണ്ട്. പക്ഷെ തൻ്റെ ജീവിതത്തിൻ്റെ അപകടങ്ങളെ പറ്റി അദ്ദേഹം ചിന്തിക്കുന്നില്ല. ചെയ്യുവാനുള്ള നന്മകൾ ചെയ്യുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അറിയാമായിരിക്കും, ശാസ്ത്രമൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് അറിയാമായിരിക്കും, 1972 ശാസ്ത്രലോകത്തിൽ പരിചയപ്പെടുത്തിയ എഡ്വേർഡ് ലോറൻസ് എന്ന് പറഞ്ഞ ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ പരിചയപ്പെടുത്തിയ ബട്ടർഫ്ലൈ സിദ്ധാന്തം, ചിത്രശലഭ സിദ്ധാന്തം എന്ന ഒരു സിദ്ധാന്തമുണ്ട്. എന്താണ് ഈ ചിത്രശലഭ സിദ്ധാന്തത്തിൽ പറയുന്നത്? സിമ്പിളായി പറഞ്ഞാൽ ഇത്രമേ ഉള്ളൂ. പരിമലപ്പള്ളിയുടെ ഈ അങ്കണത്തിലെ ഒരു ചിത്രശലഭം ചിറകടിച്ചാൽ കാശ്മീരിൽ കാലാവസ്ഥയ്ക്ക് എന്ത് മാറ്റം വരുത്തുമെന്ന ചോദ്യം. നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ ഇവിടെ ഒരു ചിത്രശലഭം ചിറകടിച്ചാൽ അങ്ങ് ഉയരങ്ങളിലുള്ള കാശ്മീരിൽ എന്ത് മാറ്റം വരുത്താനാ? ഒന്നും വരുത്തില്ലെന്നുള്ളതാണോ? എന്നാൽ അങ്ങനെയല്ല. ഭൗതിക ശാസ്ത്രത്തിൻ്റെ അകമ്പടിയോടുകൂടി, ഗണിതശാസ്ത്രത്തിൻ്റെയും ഒക്കെ പിന്നാമ്പുറങ്ങളോടുകൂടി എഡ്വേർഡ് ലോറൻസ് തൻ്റെ ഈ ബട്ടർഫ്ലൈ തിയറം എന്ന ചിത്രശലഭ സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഒരു ചിത്രശലഭം ചിറകടിച്ചാലും കാശ്മീരിലെ കാലാവസ്ഥയ്ക്ക് ചെറിയ മാറ്റം വരുത്തുമെന്ന അദ്ദേഹം തെളിയിക്കുന്നത്. ഞാൻ എന്തിന് ഇത് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റെടുക്കേണ്ട ചില നിയോഗങ്ങൾ, നമ്മൾ ഏറ്റെടുക്കേണ്ട ചില മൂല്യങ്ങൾ, നമ്മൾ ഏറ്റെടുക്കേണ്ട ചില കൗദാശിക പാരമ്പര്യങ്ങൾ, നമ്മൾ ഏറ്റെടുക്കേണ്ട ചില പ്രാർത്ഥനകളുടെ അനുഭവങ്ങൾ, നമ്മൾ ഏറ്റെടുക്കേണ്ട ചില ദണ്ഡ നമസ്കാരത്തിൻ്റെ അനുഭവങ്ങൾ,
നമ്മൾ ഏറ്റെടുക്കേണ്ട ചില പൗരോഹിത്യത്തിന്റെ നൽവരങ്ങളിലൂടെ സായത്തമാക്കുന്ന ദൈവിക ചൈതന്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്താൽ വലിയ അത്ഭുതങ്ങൾ മാറ്റുവാനായി ഈ സമൂഹത്തിൽ വരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ചെറിയ ചെറിയ ചലനങ്ങൾ പ്രിയമുള്ളവരെ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന അതെ, സ്നാപയോഹന്നാന്റെ മൂന്നാമത്തെ വലിയ നിയോഗം അതായിരുന്നു. അദ്ദേഹം അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാനായിട്ടുള്ള ആർജവത്വം കാട്ടി എന്നുള്ളതാ. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും പല അനീതികൾ നടക്കുന്നുണ്ട്, പല അസഹിഷ്ണുതകൾ നടക്കുന്നുണ്ട്. ഒരു ശബ്ദമുയർത്തുവാൻ, ഒരു പ്രാർത്ഥനയുടെയെങ്കിലും ശബ്ദമുയർത്തുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ്. നാലാമത് അവസാനമായി സ്നാപകന്റെ ഒരു വലിയ നിയോഗമാണ് അയോഗ്യതകളെ കുറിച്ച് ബോധ്യമുള്ള മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. അയോഗ്യതകളെ കുറിച്ച് ബോധ്യമുള്ള മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. ആ തൻ്റെ കുറവുകളെ കുറിച്ച് ബോധ്യമുള്ള മനുഷ്യനായി സ്നാപക യോഹന്നാൻ മാറുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ശാലേമിനരികിൽ ഐനോനിൽ നിന്നുകൊണ്ട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നുണ്ട്, അവൻ വളരണം, ഞാനോ കുറയണം. നാം ആയിരുന്നെങ്കിലോ അവൻ തകരണം, നമ്മൾ മാത്രം വളരണം എന്നുള്ള ചിന്തയിലാ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നതും. അതുകൊണ്ടല്ലേ പ്രിയമുള്ളവരെ, അതിര് തർക്കവും സ്വത്ത് വിഭജനമൊക്കെ വലിയ വലിയ പ്രതിസന്ധികൾ ക്രിസ്തീയ കുടുംബത്തിൽ തന്നെ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എത്ര അതിരുകളുടെയും എത്ര അതിർത്തികളുടെയും ഭാഷകളാ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. സ്വന്തം കുറവുകളെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കണം. ഇവിടെ ഈ ദേവാലയത്തിന്റെ ഉള്ളറകളിൽ നമ്മളൊക്കെ വന്നായിരിക്കുന്നു, എത്ര ശാന്തമായി ആയിരിക്കുന്നു, എത്ര ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിലായിരിക്കുന്നു. നമ്മുടെ ഇരിപ്പും പ്രാർത്ഥനയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ 9 വൃന്ദം മാലാഖമാർ നമ്മുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ ഊളിയിട്ട് പറക്കുന്ന രീതിയിൽ ഭക്തിസാന്ദ്രമായ ഇവിടെ വന്നിരിക്കുന്നത് ഇല്ലയോ? സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും ഇതിനുശേഷമുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ എത്രയെല്ലാം സ്തുതികളാണ് നമ്മൾ ഇനി പൊഴിക്കുവാനായിട്ടുള്ളതാ. വിശുദ്ധ കുർബാന എത്ര ഭക്തിയോടുകൂടി നമ്മൾ ഇന്ന് അനുഷ്ഠിച്ചു. പക്ഷെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ എന്തൊക്കെയാ? കാൽനടയായി പരിമലയിലേക്കൊക്കെ എല്ലാ വർഷവും നമ്മൾ നടന്നു വരും. പരിശുദ്ധനായ പരിമളത്തിന് മേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്തും മനോഹരമായിട്ടാണ് നടന്ന് ഈ ദേവാലയത്തിന്റെ ഉള്ളറകളിലേക്കും കബറിടത്തിലേക്കും ഒക്കെ ചെല്ലുക. എന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് എന്തൊക്കെ അടയാളപ്പെടുത്തുക? പ്രിയമുള്ളവരെ, ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വരേണ്ടതായിട്ടില്ലേ? ചില സമയത്ത് നമ്മൾ ഭക്തരാണ്, ചില സമയത്ത് നമ്മൾ ക്രിസ്ത്യാനികളാണ്, എന്നാൽ എല്ലാ സമയത്തും നമ്മൾ അല്ലല്ലോ. ഈ നിങ്ങളോട് ഈ ദൈവവചനം പറയുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, വിശുദ്ധനാണെന്നൊന്നും. ഞാനും ഇതിൻ്റെയൊക്കെ അപ്പുറമാണല്ലോ പ്രിയമുള്ളവരെ. ദേവാലയത്തിന്റെ ഉള്ളറകളിലൊക്കെ നമ്മൾ ആയിരിക്കുമ്പോൾ എത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലൊക്കെയാണ് നമ്മൾ. എന്നാൽ വീട്ടിലേക്കും നമ്മുടെ തൊഴിലിടങ്ങളിലേക്കും നമ്മുടെ ഗാർഹിക ചുറ്റുവട്ടങ്ങളിലേക്കും നമ്മുടെ സാമൂഹ്യ ഇടപെടലുകളിലും പ്രിയമുള്ളവരെ എന്താ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധ്യമാവാത്തത്? ഞായറാഴ്ച രാവിലെ പള്ളിയിലോട്ടുള്ള യാത്രകളൊക്കെ വിശുദ്ധമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത് തിങ്കൾ മുതൽ ശനി വരെയുള്ള നമ്മുടെ ചില യാത്രകളെയാണ്. ഞായറാഴ്ച പള്ളിയിലോട്ടുള്ള യാത്രകൾ ഭദ്രമാക്കുവാൻ, ശ്രേഷ്ഠമാക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാ? തിങ്കൾ മുതൽ ശനി വരെയുള്ള നമ്മുടെ യാത്രകൾ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വിചിന്തനം ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ആവശ്യമല്ലേ? അയോഗ്യതകളെ കുറിച്ച് ബോധ്യമുള്ള മനുഷ്യനായി സ്നാപകൻ ശാലേമിനരികിൽ ഐനോനിൽ നിന്നുകൊണ്ട് അദ്ദേഹം സിദ്ധാന്തങ്ങളുടെ സങ്കീർണതകളില്ലാതെ വിളിച്ചു പറയുകയാണ്, പ്രിയമുള്ളവരെ, അവൻ വളരണം, ഞാനോ കുറയണമെന്നുള്ളതാണ്. നമ്മളൊന്ന് ചിന്തിച്ചേ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ ഏറ്റവും വലിയവനായ സ്നാപകൻ പോലും ഇങ്ങനെയാ വിളിച്ചു പറയുന്നത്. അപ്പോൾ നമ്മളോ നമ്മുടെ ഞാനെന്ന ഭാവം ഇന്ന് വല്ലാണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഞാനെന്ന ഭാവങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ഉച്ചാരണം ചെയ്തുകൊണ്ട്
ഞാൻ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനായിട്ട്. ദൈവമേ, എൻ്റെ കുറവുകൾ എന്തൊക്കെയാണ്? ദൈവമേ, ഒത്തിരിയേറെ അയോഗ്യതകൾ എൻ്റെ ജീവിതം നിന്നെയുമായിട്ട് അടുപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ. ദൈവമേ, ഞാൻ കുറവുകളുള്ള മനുഷ്യനാണ്. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന മഹത്തരമായ കുറിയേലായിസോന്റെ ശബ്ദം പോലെ ദൈവമേ, നിന്നിൽ നിന്നും എന്നെ അകറ്റുന്ന പല കാര്യങ്ങളുമൊക്കെ ഉണ്ട്. എനിക്ക് സമൂഹം തരുന്ന പവറുകളാകാം, എനിക്ക് സമൂഹം തരുന്ന സ്റ്റാറ്റസുകളാകാം, എനിക്ക് സമൂഹത്തിലുള്ള നിലയും വിലയും ഒക്കെ ആകാം. ദൈവമേ, നിന്നിൽ നിന്ന് എന്നെ അകറ്റുന്നത്. ദൈവമേ, അതിനെയൊക്കെ മാറ്റുവാനായിട്ട് ദൈവമേ, എന്താണോ എൻ്റെ ജീവിതത്തിൽ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ കുറവുകളായി എൻ്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നത്, ദൈവമേ, അതിനോടൊക്കെ ഒന്ന് നോ പറയുവാൻ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ സാധ്യമാകണമേ എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. ഈ അനുഭവത്തിൽ വേണം യഥാർത്ഥപരമായ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം, യഥാർത്ഥപരമായ ഒരു അനുഭവം നമുക്കുണ്ടാവണം. യാക്കോബ് നമുക്കറിയാം, പഴയ നിയമത്തിലെ യാക്കോബിനെ നമുക്കറിയാമല്ലോ. തൻ്റെ അപ്പൻ ആരാ? യാക്കോബിൻ്റെ പിതാവ് ആരാ? ഇസാക്ക്. യാക്കോബിനോട് തൻ്റെ വാർദ്ധക്യത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, തൻ്റെ മകനെ തടവിക്കൊണ്ട് ചോദിക്കുക, എന്താ, ആരാണ് മകനെ നീ? അപ്പോൾ യാക്കോബ് എന്താ പറയുന്നത്? ഞാൻ നിന്റെ മകൻ ഏശാവെന്ന് കള്ളം പറയുന്നുണ്ട്. അപ്പനെ വഞ്ചിക്കുന്നു. സൂത്രത്തിൽ അനുഗ്രഹങ്ങൾ തട്ടിപ്പറിച്ച മകനായി യാക്കോബ് മാറുന്നു. എന്നിട്ട് യാക്കോബ് എങ്ങോട്ട് പോകുക? ലാബാന്റെ ഭവനത്തിലേക്ക് പോകുക. ലാബാന്റെ ഭവനത്തിലേക്ക് പോയിട്ട് തൻ്റെ ഭാര്യമാരുമായി ആടുമാടുകളുമായി യാക്കോബ് ഒരു തിരിച്ചു വരവുണ്ട്. നീണ്ട 7 7 14 6 20 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു യാക്കോബിന്റെ തിരിച്ചു വരവ് ഉൽപ്പത്തിയുടെ പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യാക്കോബ് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ യാക്കോബ് നിൽക്കുന്നത് എവിടെയാ? യാബോക്കിന്റെ കടത്തീരത്താണ് നിൽക്കുന്നത്. യാബോക്കിന്റെ കടത്തീരത്ത് നിൽക്കുന്ന യാക്കോബിനോട് പണ്ട് 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 തൻ്റെ അപ്പൻ ചോദിച്ച അതേ ചോദ്യം, ആരാണ് മകനെ നീ? എന്താ പണ്ട് അപ്പനോട് പറഞ്ഞത്? ഞാൻ നിന്റെ മകൻ ഏശാവെന്ന് കള്ളം പറഞ്ഞവൻ. ഇന്ന് 20 വർഷങ്ങൾക്ക് ഇപ്പുറം യാബോക്കിന്റെ തീരങ്ങൾ കടന്നിരിക്കുന്ന യാക്കോബിനോട് ആരാണ് മകനെ നീ എന്ന് ചോദിക്കുന്ന ആരാ? ദൈവമാ. വാസ്തവത്തിൽ പണ്ട് അപ്പനോട് കള്ളം പറഞ്ഞവൻ ഇന്ന് ദൈവം ചോദിക്കുന്നു, ആരാണ് മകനെ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? ഞാൻ നിന്റെ മകൻ യാക്കോബ് എന്ന് സത്യം പറയുന്നുണ്ട്. പണ്ട് കള്ളം പറഞ്ഞവൻ ഇന്നിതാ സത്യം പറയുന്നു. പണ്ട് അപ്പനോട് കള്ളം പറഞ്ഞെങ്കിൽ ഇന്ന് ഉടയ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി യാബോക്കിന്റെ തീരം കടന്നിരിക്കുന്ന യാക്കോബ് സത്യം വിളിച്ചു പറഞ്ഞതുകൊണ്ട് പിന്നീടുള്ള ഭാഗങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തുന്നത് എന്താ? യാക്കോബ് ആരാകുന്നു? ഇസ്രായേലായി അനുഗ്രഹിക്കപ്പെടുന്നു. ഇതാണ് പ്രിയമുള്ളവരെ നമ്മുടെ അയോഗ്യതകളെ കുറിച്ചുള്ള യഥാർത്ഥമായ ബോധ്യം. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ അപ്പനോട്, സഹജീവികളോട് കള്ളങ്ങൾ, ക്രൂരതകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സഹോദരന് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങളൊക്കെ ഞാൻ സൂത്രത്തിൽ തട്ടിപ്പറിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നിതാ യഥാർത്ഥ അനുതാപത്തോടുകൂടി, ദൈവമേ, ഞാൻ കഴിഞ്ഞ നാളുകൾ ചെയ്തൊന്നും അത്ര നല്ലതല്ലായിരുന്നല്ലോ, ഞാൻ നന്ദി കെട്ടവനായി മാറിയിട്ടുണ്ട്, നന്ദിയുള്ളവനാകുവാൻ എന്നെ അനുഗ്രഹിക്കണം. അതുകൊണ്ട് യാക്കോബ് യഥാർത്ഥത്തിൽ ഇസ്രായേലായി അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് തന്നെയാണ്. സ്നാപക യോഹന്നാൻ നമ്മളോട് സംസാരിച്ച അദ്ദേഹത്തിൻ്റെ നിയോഗങ്ങൾ 4 നിയോഗങ്ങളെ അക്കമിട്ട് നിരത്തുവാനായിട്ടാണല്ലോ ശ്രമിച്ചത്. ഒന്നാമത് സ്നാപക യോഹന്നാൻ അധരവും ഉദരം തുറന്ന സ്വർഗീയന്റെ താക്കോലായി സ്നാപക യോഹന്നാൻ മാറുന്നു. നമുക്കും ചില നിയോഗങ്ങളൊക്കെ ഉണ്ട്. നമുക്കും ചില അറ്റുപോയ ബന്ധങ്ങളെയൊക്കെ ഒന്ന് തുറക്കുവാനുള്ള, താക്കോലുകളാകാനുള്ള ചില നിയോഗങ്ങളൊക്കെ ഉണ്ട്. ഇന്നലകളിൽ കൂടെയായിരുന്ന പ്രിയപ്പെട്ടവരോട് അതിർത്തികളുടെ അതിർവരമ്പുകളുടെ ഭാഷകൾ സംസാരിച്ചിട്ടുണ്ട്. ഈ ദേവാലയത്തിന്റെ ഉള്ളറകളിലൊക്കെ നമ്മൾ ആയിരിക്കുന്നു എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞാലും ചിന്തിച്ചു നോക്കിക്കേ, സഹ ഉദരം പിന്നിട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അയൽപക്ക നിവാസിയോട് ഒന്ന് ആത്മാർത്ഥമായി സംസാരിച്ചിട്ട് എത്ര നാളുകളായി? പരിമളത്തിന് വേണ്ടി നമ്മളോട് പറയുകയാണ്, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിൽ രമ്യമാകാനുണ്ടെങ്കിൽ രമ്യമായി ആത്മീയതയിലേക്ക് വരാനാ പറയുന്നത്. ഏത് നിമിഷം നമ്മുടെ പ്രാണൻ ദൈവസന്നിധിയിലേക്ക് പോകുമെന്നൊന്നും അറിയത്തില്ലല്ലോ പ്രിയമുള്ളവരെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ഒരു കടവും നമുക്ക് ഇടുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ആരോടേലും ഒക്കെ രമ്യമാകാനുണ്ടെങ്കിൽ, ആരോടേലും ഒക്കെ നല്ലതല്ലാത്ത ഭാഷകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ എല്ലാ കുറവുകളോടും കൂടി തന്നെ
അവനോട് ചെന്ന് ക്ഷമ ചോദിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സ്വർഗീയന്റെ താക്കോലാകുവാനുള്ള വലിയ നിയോഗം നമ്മൾ ഏറ്റെടുക്കണം. ഒന്ന്, സ്നാപകൻ അതിരവും മുതിരവും തുറന്ന സ്വർഗീയന്റെ താക്കോലാണ്. രണ്ടാമത്, അറിഞ്ഞ സത്യത്തെ അനേകരിലേക്ക് പകർന്ന മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. നമ്മളും അറിഞ്ഞിട്ടുണ്ട് പല സത്യങ്ങളും. കൗദാശിക അനുഭവങ്ങളിലൂടെ, തിരുവചന പാരായണങ്ങളിലൂടെ, തിരുസഭയുടെ നോമ്പിലൂടെ ക്രിസ്തു ദൈവമാണെന്നും അവൻ മശിഹയാണെന്നും അറിഞ്ഞിട്ടുണ്ട്. ആ സത്യങ്ങളെ തലമുറകളിലേക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ വിശ്വാസ ജീവിതത്തെ നമ്മുടെ തലമുറകളിലേക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. നമ്മൾ അറിഞ്ഞ മൂല്യത്തെ തലമുറകളിലേക്ക് കൊടുക്കുവാൻ ഇന്നിന്റെ കാലഘട്ടത്തിൽ സാധ്യമാവണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന നമ്മളാ ക്രിസ്തു സാന്നിധ്യത്തെ പുറപ്പെടുവിക്കുവാനായിട്ട് സാധ്യമാവണം. ഞായറാഴ്ചകളിലും പരിമലക്കാരൊക്കെ ആയതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഒക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. പക്ഷേ കുർബാന സ്വീകരിച്ചതിൻ്റെ അനുഭവം തിരിച്ചു പോകുമ്പോൾ നമ്മിലൂടെ ഒരു ക്രിസ്തു ജനിക്കുന്നില്ലെങ്കിൽ ഈ കുർബാന അനുഭവമൊക്കെ എവിടെയാണ് പ്രിയമുള്ളവരെ എത്തി നിൽക്കുക? വെറ്റ ചവയ്ക്കുന്നവന്റെ അടുക്കൽ നിന്നാൽ വെറ്റിലയുടെ മണമുണ്ട്, പുകവലിക്കുന്നവന്റെ അടുക്കൽ നിന്നാൽ പുകയിലയുടെ മണമുണ്ട്, മദ്യപിക്കുന്നവന്റെ അടുക്കൽ നിന്നാൽ മദ്യത്തിന്റെ മണമുണ്ട്. ഓരോ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും മറ്റ് വിശുദ്ധമായ മൊറാനായ പെരുന്നാളുകളിലും മറ്റ് അനുഭവങ്ങളിലുമൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ക്രിസ്തു സാന്നിധ്യത്തെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കുന്ന നമുക്കെന്തേ ക്രിസ്തുവിന്റെ രുചിയും തേജസ്സും ഓജസ്സും കരുത്തും സൗന്ദര്യവും മറ്റുള്ളവരിലേക്ക് ഒന്ന് പുറപ്പെടുവിക്കുവാൻ സാധ്യമാകാതെ പോകുന്നു. അതെ, അറിഞ്ഞ സത്യത്തെ അനേകരിലേക്ക് കൊടുക്കുവാനായിട്ട് സാധ്യമാവണം. 10-ാം നൂറ്റാണ്ടിൽ റഷ്യയിൽ ഓർത്തഡോക്സ് സഭ സ്ഥാപിക്കുവാൻ ഇടയാക്കിയത് വ്ളാഡിമർ എന്ന ഒരു വലിയ വിശുദ്ധനാണല്ലോ. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ കിളിവാതിലുകൾ ഉയരുന്ന കുന്തിരിക്കത്തിന്റെ വാസനയാണ് 10-ാം നൂറ്റാണ്ടിൽ ഓർത്തഡോക്സ് സഭ റഷ്യയിൽ സ്ഥാപിക്കുവാൻ ഇടയാക്കിയെന്ന്. ഏറ്റവും വലിയ ഒരു ഓർത്തഡോക്സ് സഭകളിൽ ഒന്നാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭ എന്ന് നമുക്കറിയാം. വെറും 10-ാം നൂറ്റാണ്ടിൽ അത് ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സഭയിൽ ജനിച്ച്, ഈ സഭയിൽ ജീവിച്ച്, ഈ സഭയിൽ മരിക്കാൻ കൊതിക്കുന്ന നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തു സത്യമാണെന്നുള്ള അറിഞ്ഞ സത്യത്തെ അനേകരിലേക്ക് പകരുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ? മൂന്നാമത്, സ്നാപക യോഹന്നാന്റെ വലിയ നിയോഗം അത് അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന നിയോഗമാണ്. നമ്മൾ ഇടപെടുന്ന ചുറ്റുവട്ടങ്ങളിൽ, നമ്മളായിരിക്കുന്ന പരിസരങ്ങളിൽ ധാരാളം അനീതികൾ ഇന്ന് നടമാടുമ്പോൾ, സംജാതമാകുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരു പ്രാർത്ഥനയുടെയെങ്കിലും ഒരു അനുതാപത്തിന്റെ അനുഭവങ്ങളിലെങ്കിലും ഇതിനെതിരെ ഒന്ന് ശബ്ദമുയർത്തുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? എന്നെ ശ്രമിക്കുന്ന ഭൂരിപക്ഷം മാതാപിതാക്കന്മാരാണല്ലോ. മക്കളുടെ ജീവിതത്തിൽ നല്ലതല്ലാത്ത ചില പ്രവണതകൾ ഉണ്ടാകുമ്പോൾ അവരെ തിരുത്തുവാനുള്ള ഒരു തിരുത്തൽ ശക്തിയായി ഇന്നിന്റെ കാലഘട്ടത്തിൽ രൂപപ്പെടുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? എനിക്കും നിങ്ങൾക്കും എന്നുള്ളത് ചിന്തിക്കണം. അതാ പ്രിയമുള്ളവരെ, അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാനായിട്ട് നമുക്ക് സാധ്യമാവണം ഇന്നിന്റെ കാലഘട്ടം. അവസാനമായി, അയോഗ്യതകളെ കുറിച്ച് ബോധ്യമുള്ള മനുഷ്യനായി മാറുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അയോഗ്യതകൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തടസ്സമാകുന്നത് എന്താണെന്നുള്ള ചിന്തകൾ നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള നിയോഗങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ പറ്റിയും അടയാളപ്പെടുത്തും. അതാ അവിടെ ഇതാ അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. സമൂഹത്തിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിച്ചൊരു വിളക്കായിരുന്നു. സഭയ്ക്ക് വേണ്ടി ജ്വലിച്ച് പ്രകാശിച്ചൊരു വിളക്കായിരുന്നു. മക്കൾക്ക് വേണ്ടി ജ്വലിച്ച് പ്രകാശിച്ചൊരു വിളക്കായിരുന്നു. തലമുറയ്ക്ക് അല്ലെങ്കിൽ അനന്തര തലമുറയ്ക്ക് വേണ്ടി ജ്വലിച്ച് പ്രകാശിച്ചൊരു വിളക്കായിരുന്നു. അങ്ങനെ ജ്വലിച്ച് പ്രകാശിക്കുവാൻ, പ്രകാശത്തിൻ്റെ അനുഭവങ്ങൾ ഏറ്റെടുക്കുവാൻ നമുക്കും സാധിക്കട്ടെ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞത് ക്രിസ്തു തന്നെയാണല്ലോ. ജ്വലിച്ച് പ്രകാശിക്കുന്ന നാം അവൻ്റെ പ്രകാശമായി ചേർന്ന് അവനോടുകൂടി ചേരുവാൻ സാധ്യമാവട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ല ശ്രദ്ധയ്ക്ക് നല്ല നന്ദി. ഇങ്ങനൊരു അവസരം തന്ന പരിമല സെമിനാരിയുടെ മാനേജർമാരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരോട് നിങ്ങളുടെ നല്ല ശ്രദ്ധയ്ക്ക് നല്ല നന്ദി. ദൈവനാമം മാത്രം മോത്തീകരിക്കപ്പെടട്ടെ.